വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാഹ് സുമ്മ അമ്മാ ബഅദ്. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ അഖീദത്തുൽ വാസിത്തിയ്യയിൽ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പറഞ്ഞു വരുന്നത്. അതിൽ ഹൗദിനെ കുറിച്ചുള്ള ഭാഗമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ് വിശദീകരിച്ച് മനസ്സിലാക്കി വെച്ചത്. ഷൈഖുൽ ഇസ്ലാം റഹിമഹുല്ല തുടരുന്നു, വസ്സിറാത്തു മൻസൂബുൻ അലാ മത്നി ജഹന്നം വഹുവൽ ജിസ്റുല്ലദീ ബൈനൽ ജന്നതി വന്നാർ യമുറു الناس عليه على قدر أعمالهم فمنهم من يمر كلمح البصر ومنهم من يمر كالبرق ومنهم من يمر كالريح ومنهم من يمر كالفرس الجواد ومنهم من يمر كركاب الإبل ومنهم من يعدو عدوا ومنهم من يمشي مشيا ومنهم من يزحف زحفا ومنهم من يخطف فيلقى في جهنم فإن الجسر عليه كلاليب تخطف الناس بأعمالهم فمن مر على الصراط دخل الجنة فإذا عبروا عليه وقفوا على قنطرة بين الجنة والنار فيقتص لبعضهم من بعض فإذا هذبوا ونقوا أذن لهم في دخول الجنة. സിറാത്തുമായി ബന്ധപ്പെട്ടാണ് തുടർന്ന് പറയുന്നത്. വസ്സിറാത്തു മൻസൂബുൻ അലാ മത്നി ജഹന്നം, ജഹന്നമിന്റെ മേൽ സ്ഥാപിക്കപ്പെട്ടതാണ് സിറാത്ത്. വഹുവൽ ജിസ്റുല്ലദീ ബൈനൽ ജന്നതി വന്നാർ, സ്വർഗത്തിനും നരകത്തിനും ഉള്ളതായ ഒരു പാലമാകുന്നു സിറാത്ത്. യമുറുന്നാസു അലൈഹി, സിറാത്തിന്മേലൂടെ ആളുകൾ കടന്നു പോകും. അലാ ഖദ്രി അഅമാലിഹിം, അവരുടെ കർമ്മങ്ങളുടെ ഖദർ അനുസരിച്ച്, തോതനുസരിച്ച്. ഫമിൻഹും മൻ യമുറു കലംഹിൽ ബസർ, ആളുകളിൽ കണ്ണിമ വെട്ടുന്നത് പോലെ കടന്നു പോകുന്നവർ ഉണ്ട്. വമിൻഹും മൻ യമുറു കൽ ബർഖ്, മിന്നൽ പിണർ പോലെ കടന്നു പോകുന്നവരും ആളുകളുടെ കൂട്ടത്തിലുണ്ട്. വമിൻഹും മൻ യമുറു കർരീഹ്, അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ കടന്നു പോകുന്നവരും ആ സിറാത്തിലൂടെ കടന്നു പോകുന്നവരിലുണ്ട്. വമിൻഹും മൻ യമുറു കൽ ഫറസിൽ ജവാദ്, സ്പീഡിൽ കുതിക്കുന്ന കുതിരയെപ്പോലെ കടന്നു പോകുന്നവരും ആളുകളിലുണ്ട്. വമിൻഹും മൻ യമുറു കരിക്കാബിൽ ഇബിൽ, ഒട്ടക സഞ്ചാരം നടത്തുന്നത് പോലെ നടന്നു പോകുന്നവരും ആളുകളിലുണ്ട്. വമിൻഹും മൻ യഅദു അദ്വ, ഓടിപ്പോകുന്നവരും സിറാത്തിലൂടെ കടന്നു പോകുന്നവരിലുണ്ട്. വമിൻഹും മൻ യംശി മശിയ, നടന്നു പോകുന്നവരും അവരിലുണ്ട്. വമിൻഹും മൻ യസ്ഹഫു സഹ്ഫ, ഇഴഞ്ഞ് നീങ്ങുന്നവരും സിറാത്തിലൂടെ കടന്നു പോകുന്നവരിലുണ്ട്. വമിൻഹും മൻ യുഖ്തഫു ഫയുൽഖ ഫീ ജഹന്നം, നഊദു ബില്ലാഹ്. വമിൻഹും മൻ യുഖ്തഫ്, സിറാത്തിലൂടെ കടന്നു പോകുന്നവരിൽ റാഞ്ചി എടുക്കപ്പെടുന്നവരുണ്ട്, തട്ടിയെടുക്കപ്പെടുന്നവരുണ്ട്. ഫയുൽഖ ഫീ ജഹന്നം, അങ്ങനെ അവൻ നരകത്തിൽ എറിയപ്പെടും. അല്ലാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. ഫഇന്നൽ ജിസ്റ അലൈഹി കലാലീബു തഖ്തിഫു الناس ബിഅഅമാലിഹിം. ഫഇന്നൽ ജിസ്ർ, കാരണം സിറാത്ത്, അലൈഹി കലാലീബു, അതിന്മേൽ കൊളുത്തുകളുണ്ട്, ഇരുമ്പിന്റെ കൊളുത്തുകൾ. തഖ്തിഫു الناس ബിഅഅമാലിഹിം, ആ കൊളുത്തുകൾ ആളുകളുടെ കർമ്മങ്ങൾ കാരണത്താൽ അവരെ കൊളുത്തി വലിക്കും എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ഹദീസുകളുടെ വെളിച്ചത്തിൽ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഉണർത്തുകയാണ്. കർമ്മങ്ങളിൽ, സൽപ്രവൃത്തികളിൽ വിശ്വാസം അടിസ്ഥാനമാക്കി സൽപ്രവൃത്തികളിൽ മുന്നേറിയവരെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ണിമ വെട്ടുന്ന വേഗതയിൽ, അതേപോലെ തന്നെ അതിന് കൂടെ താഴെ ഉള്ളവർ മിന്നൽ പിണർ വേഗതയിൽ, അതേപോലെ കാറ്റടിച്ച് വീശുന്ന വേഗതയിൽ, ഇങ്ങനെ ആളുകൾ തങ്ങളുടെ കർമ്മങ്ങളുടെ തോതനുസരിച്ച്, കർമ്മങ്ങളായി എന്താണോ തങ്ങളുടെ മൂലധനമായിട്ടുള്ളത് അതിൻ്റെ തോതനുസരിച്ചായിരിക്കും സിറാത്തിന് മുകളിലൂടെ അവരുടെ പ്രയാണം. ചിലരുടെ കർമ്മങ്ങൾ കാരണത്താൽ, കർമ്മങ്ങൾ കുറവ് അല്ലെങ്കിൽ തെറ്റായ കർമ്മങ്ങൾ, ഇത് കാരണത്താൽ നരകത്തിൻ്റെ മുകളിൽ സ്ഥാപിക്കപ്പെട്ട സിറാത്തിന് ഇരുമ്പിൻ്റെ കൊളുത്തുകളുണ്ട്. ആ കൊളുത്തുകൾ കൊണ്ട് കൊളുത്തി വലിക്കപ്പെടും എന്നാണ്.
അങ്ങനെ കൊളുത്തി വലിക്കപ്പെടുന്നവരിൽ തന്നെ ഫമഖ്ദൂഷുൻ നാജിൻ, ചില റിപ്പോർട്ടുകളിൽ കാണാം ചിലർ കൊളുത്തി വലിക്കപ്പെട്ടാലും രക്ഷപ്പെടും, ചിലർ കൊളുത്തി വലിക്കപ്പെടുകയും നരകത്തിലേക്ക് എറിയപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഫമൻ മറ അല സിറാത്തി, വല്ലവരും സിറാത്തിന്മേൽ നടക്കുകയും സിറാത്ത് മുറിച്ചു കടക്കുകയുമായാൽ ദഖലൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. ഫൈദ അബറു അലൈഹി, സിറാത്ത് മുറിച്ചു കടക്കുകയായാൽ വഖഫു അലാ ഖന്തറത്തിൻ ബൈനൽ ജന്നത്തി വന്നാർ, സ്വർഗത്തിനും നരകത്തിനും ഇടക്കുള്ള ഒരു ഖന്തറയിൽ അവർ നിൽക്കുന്നതാണ്. അഥവാ ഖന്തറ എന്ന് പറഞ്ഞാൽ അത് എന്ത് എന്നതിൽ പണ്ഡിതന്മാർ രണ്ട് രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, നരകത്തിന് മുകളിൽ സ്ഥാപിക്കപ്പെട്ട സിറാത്തിന്റെ അവസാന ഭാഗമാണ്, സ്വർഗത്തിനോടടുത്ത നരകത്തിന്റെ അവസാന ഭാഗം അതിന്റെ ഭാഗമാണ് എന്നും, അതല്ല സ്വർഗത്തിനും നരകത്തിനും ഇടയ്ക്ക് ഒരു ചെറിയ പാലമാണ് ഖന്തറ എന്നും പറയപ്പെട്ടിട്ടുണ്ട്. ഈ ഖന്തറയുടെ മുകളിൽ ആളുകൾ നിർത്തപ്പെടും. അത് സിറാത്തിന്റെ അവസാന ഭാഗമായാലും വേണ്ടില്ല, അതല്ല മറ്റൊരു സ്വതന്ത്രമായ പാലം ആയാലും വേണ്ടില്ല. ഹദീസിൽ വന്നു വഖഫു അലാ ഖന്തറത്തിൻ ബൈനൽ ജന്നത്തി വന്നാർ, നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ഇടയിലുള്ള ഖന്തറയിൽ സിറാത്ത് മുറിച്ചു കടക്കുന്നവർ നിൽക്കും. ഫയുഖ്തസബ് ലിബഅദിഹിം മിൻ ബഅദ്, ആ നൃത്തത്തിൽ സിറാത്ത് മുറിച്ചു കടന്നവരുണ്ടല്ലോ, അന്യോന്യം പ്രതിക്രിയ അവരെ കൊണ്ട് ചെയ്യിക്കും, പരസ്പരം പ്രതിക്രിയ ചെയ്യിക്കും. അങ്ങനെ ഫൈദ ഹുസ്ബു വനുഖു, ഈ സിറാത്ത് മുറിച്ചു കടന്ന് പ്രതിക്രിയക്ക് വിധേയരായവർ ഫൈദ ഹുസ്ബു സംസ്കരിക്കപ്പെടുകയും വനുഖു ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്താൽ ഉദിന ലഹും ഫീ ദുഖൂലിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് അവർക്ക് അനുവാദം നൽകപ്പെടും. അപ്പൊ സിറാത്ത് മുറിച്ചു കിടക്കുന്ന വിശ്വാസികൾ തന്നെ, സ്വർഗാർഹരായ വിശ്വാസികൾ തന്നെ ദുനിയാവിൽ അടിയാറുകൾക്കിടയിൽ പ്രതിക്രിയ എടുക്കേണ്ട ചില പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ, ഇപ്പൊ അഭിമാനത്തിന്റെയും മറ്റൊക്കെ വിഷയത്തിൽ പ്രതിക്രിയ അർഹിക്കുന്ന ഒരവസ്ഥ അവരിലുണ്ട് എങ്കിൽ ഈ ഖന്തറയിൽ നിർത്തപ്പെടുകയും അന്യോന്യം പ്രതിക്രിയ ചെയ്യുകയും ചെയ്യും. എന്തിനാണത്? ഫൈദ ഹുസ്ബു വനുഖൂന്നല്ലേ, അവർ സംസ്കരിക്കപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യാണ്. ഹൃദയം കളങ്കമറ്റതാകണം, സംശുദ്ധമായിരിക്കണം, ശുദ്ധീകരിക്കപ്പെടണം, അതിനുവേണ്ടിയാണ്. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം, ഹൃദയം സ്ഫുടം ചെയ്യപ്പെട്ടതിന് ശേഷം സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ അവർക്ക് അനുവാദം നൽകപ്പെടുകയും അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാന അലാ സുറുറിൻ മുതഖാബിലീൻ. വനസഅനാ മാ ഫീ സുദൂരിഹിം, നാം അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഊരിയെടുക്കും. മിൻ ഗില്ലിൻ, പക, പരസ്പരം വിദ്വേഷം, പകയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഹൃദയങ്ങളിൽ നിന്ന് ഊരിയെടുക്കപ്പെടും. അല ഇഖ്വാനൻ അലാ സുറുറിൻ മുതഖാബിലീൻ, അങ്ങനെ അവർ സഹോദരങ്ങളായി പരസ്പരം അഭിമുഖീകരിച്ച് സ്വർഗത്തിലെ ചാരുമഞ്ചങ്ങളിൽ ചാരിയിരുന്ന് സ്വർഗീയ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നവർ ആയിരിക്കും. സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ ഹൃദയത്തിൽ അത് സ്ഫുടം ചെയ്യപ്പെട്ടതാണ്, അതിൽ യാതൊരു വിദ്വേഷവും അതേപോലെ തന്നെ പകയും അന്യോന്യം ഉണ്ടാവില്ല. സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശുദ്ധീകരിക്കും. എന്നിട്ട് അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെ ചാരുമഞ്ചങ്ങളിൽ ചാരിയിരുന്ന് പരസ്പരം അഭിമുഖീകരിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഹൃദയത്തിൽ പകയും വിദ്വേഷം ഉണ്ടെങ്കിൽ എന്താ? അഭിമുഖീകരിച്ചിരിക്കൂല, പിന്നെയോ തല അങ്ങോട്ട് തിരിച്ചു, മൂണ്ട ഇങ്ങോട്ട് മാറ്റിയും, അല്ലെങ്കിൽ സഹോദരന്റെ മുഖത്തേക്ക് നോക്കാതെ മറ്റൊരു ദിക്കിലേക്ക് നോക്കിയും, എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ തന്നെ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കാതെ മറ്റൊരാളെ മുഖത്തേക്ക് നോക്കിയോ അല്ലെങ്കിൽ വേറൊരിടത്തേക്ക് നോക്കിയോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും. ദുനിയാവിൽ പല വിഷയങ്ങളിലും നമ്മളൊക്കെ അറിയണം വിഷയമാണത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. പക്ഷെ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല
പ്രവേശിക്കുന്ന സ്വർഗവാസികൾക്ക് നൽകുന്ന മഹത്തായ അനുഗ്രഹമാണ് അവരുടെ ഹൃദയങ്ങളെ സ്ഫുടം ചെയ്യുക. അതിൽ പിന്നെ സ്വർഗീയ ചാരുമഞ്ചങ്ങളിൽ അവർ ചാരിയിരുന്നാൽ അവർ പരസ്പരം അഭിമുഖീകരിച്ച് ഏകോദര സഹോദരങ്ങളായിക്കൊണ്ടായിരിക്കും സ്വർഗത്തിൽ എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗരാജ്യം അനന്തരമെടുക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹൃദയങ്ങൾ ആളുകൾ ശുദ്ധീകരിക്കപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്താൽ ഉദിന ലഹും ഫീ ദുഖൂലിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് അവർക്ക് അനുവാദം നൽകപ്പെടും. ഇത് പറഞ്ഞതിന് ശേഷം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ തുടർത്തി പറയുന്നത് വഅവ്വലു മൻ യസ്തഫ്തിഹു ബാബൽ ജന്ന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅവ്വലു മൻ യസ്തഫ്തിഹു ബാബൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലിനെ ആദ്യമായി തുറക്കാൻ ആവശ്യപ്പെടുന്നത് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കും. അപ്പൊ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആദ്യമായിട്ട് സ്വർഗീയ കവാടം തുറക്കുവാൻ ആവശ്യപ്പെടുക. അപ്പൊ സ്വർഗത്തിന് കവാടമുണ്ട്, അത് തുറക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ഇത് മനസ്സിലായി. സ്വർഗത്തിന് 8 കവാടമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വുദു ചെയ്തതിന് ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന ദുആ ദിക്ർ ചൊല്ലുന്നവർക്ക് സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. ആ കവാടങ്ങൾക്ക് കാവൽക്കാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. ഖസനത്തുൽ ജന്ന, സ്വർഗത്തിന്റെ കാവൽക്കാരുണ്ട്. ആ കാവൽക്കാരാണ് സ്വർഗം തുറന്നു തരിക. വസീഖ അല്ലദീന തഖൂ റബ്ബഹും ഇലൽ ജന്നതി സുമറ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ എന്ന് തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയണില്ലേ. മുത്തഖീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടമായി സ്വർഗത്തിലേക്ക്, മുത്തഖീങ്ങൾ കൂട്ടമായി സ്വർഗത്തിലേക്ക് നയിക്കപ്പെടും. അങ്ങനെ സ്വർഗത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടും. അപ്പോൾ സ്വർഗത്തിന്റെ കാവൽക്കാരായിട്ടുള്ളവർ പറയും, അവർ മലക്കുകളാണ്. സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ എന്നൊക്കെ സ്വാഗതം മോദി, സലാം മോദി, മംഗളം മോദി സ്വർഗത്തിലേക്ക് സ്വീകരിക്കും എന്നുള്ളതാണ്. ആദ്യമായി സ്വർഗീയ കവാടം തുറക്കാൻ ആവശ്യപ്പെടുന്ന വ്യക്തി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കും. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് സ്വർഗത്തിൽ ആദ്യമായിട്ട് പ്രവേശിക്കുക. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അന അവ്വലു ഷഫീഉൻ ഫിൽ ജന്ന അന അവ്വലു മൻ യഖറഉ ബാബൽ ജന്ന, സ്വർഗ കവാടം ആദ്യമായി മുട്ടുന്നത് ഞാനായിരിക്കും. ഒരു റിപ്പോർട്ടിൽ ആതി ബാബൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലിലേക്ക് ഞാൻ വരും യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. ഫസ്തഫ്തിഹു, സ്വർഗവാതിൽ തുറക്കുവാൻ ഞാൻ ആവശ്യപ്പെടും. ഫയഖൂലുൽ ഖാസിൻ, അപ്പോൾ സ്വർഗത്തിന്റെ കാവൽക്കാരനായിട്ടുള്ള ഖാസിൻ പറയും, മൻ അൻത്, താങ്കൾ ആരാണ്? ഫഅഖൂലു മുഹമ്മദ്, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞാൻ മുഹമ്മദാണ്. ഫയഖൂൽ, അപ്പോൾ ഖാസിൻ പറയും, ബിക ഉമിർത് ലാ അഫ്തഹു ലിഅഹദിൻ മിൻ ഖബ്ലിക്, ലാ അഫ്തഹു ലിഅഹദിൻ മിൻ ഖബ്ലിക്, ബിക ഉമിർത്, നിങ്ങൾക്കിത് ആദ്യം തുറക്കുവാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ലാ അഫ്തഹു ലിഅഹദിൻ മിൻ ഖബ്ലിക്, താങ്കൾക്ക് മുമ്പ് ഒരാൾക്കും ഞാൻ തുറന്നിട്ടില്ല, അല്ലെങ്കിൽ താങ്കളുടെ മുന്നേ മറ്റൊരാൾക്കും ഞാൻ തുറക്കുകയില്ല എന്ന് ഖാസിൻ പറയുകയുണ്ടായി എന്നാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന അനസിൽ നിന്നുള്ള ഹദീസിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആദ്യം സ്വർഗ കവാടം മുട്ടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. എന്നാൽ തുടർന്ന് ശൈഖുൽ ഇസ്ലാം പറയുന്നത് വഅവ്വലു മൻ യദ്ഖുലുൽ ജന്നത മിനൽ ഉമമി ഉമ്മത്തുഹു, വഅവ്വലു മൻ യദ്ഖുലുൽ ജന്നത മിനൽ ഉമം, സമുദായങ്ങളിൽ ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് ഉമ്മത്തുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളായിരിക്കും, മുസ്ലിമീങ്ങളായിരിക്കും, റസൂലുള്ളാഹിന്റെ ഉമ്മത്തികളായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഹ്നുൽ ആഖിറൂന അൽ അവ്വലൂന യൗമൽ ഖിയാമ, നഹ്നുൽ ആഖിറൂൻ, നമ്മൾ അവസാനം വന്ന ഉമ്മത്താണ് ദുനിയാവിൽ. അൽ അവ്വലൂന യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നമ്മളായിരിക്കും ഒന്നാമന്മാർ.
വനഹ്നു അവ്വലു മൻ യദ്ഖുലുൽ ജന്ന, നമ്മളായിരിക്കും ആദ്യം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തികളെ കുറിച്ച് ഉണർത്തിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളായിരിക്കും ആദ്യമായിട്ട് ജനസമൂഹങ്ങളിൽ അല്ലെങ്കിൽ സമുദായങ്ങളിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ. ഷെയ്ഖുൽ ഇസ്ലാം തുടർത്തി പറയുന്നത് വലഹു ഫിൽ ഖിയാമത്തി സലാസു ഷഫാഅത്ത്, വലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട് ഫിൽ ഖിയാമ അന്ത്യനാളിൽ സലാസു ഷഫാഅത്ത് 3 ഷഫാഅത്തുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള 3 ഷഫാഅത്തുകളുണ്ട്. അന്ത്യനാളിൽ ഷഫാഅത്തുകളുണ്ട്, 3 പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖാസായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഷഫാഅത്തുകൾ അത് 3. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ല ഇവിടെ ഉണർത്തുന്നത്. അമ്മൽ ഷഫാഅത്തുൽ ഊല, ഒന്നാമത്തെ ഷഫാഅത്ത് ഫയശ്ഫഉ ഫി അഹ്ലിൽ മൗഖിഫ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിക്കൽ അഹ്ലുൽ മൗഖിഫിന്റെ വിഷയത്തിലാണ്. അഹ്ലുൽ മൗഖിഫ് എന്ന് പറഞ്ഞാൽ ആളുകൾ അവരുടെ ഖബറിടങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അങ്ങനെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്താൽ അവർ വിചാരണയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കും. അങ്ങനെ വിചാരണയ്ക്ക് വേണ്ടിയിട്ട് കാതോർത്ത് നിൽക്കുന്ന ആളുകളാണ് അഹ്ലുൽ മൗഖിഫ്. അള്ളാഹു അവൻ്റെ അർശിൻ്റെ തണലേകി അനുഗ്രഹിക്കാത്തവർ മുഴുവൻ ചുട്ടുപൊള്ളുന്ന സൂര്യൻ്റെ ചൂടിന് താഴെയായിരിക്കും, വിയർപ്പിൽ മുങ്ങി വിയർപ്പിലായി. അങ്ങനെയുള്ള അഹ്ലുൽ മൗഖിഫിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഫാഅത്ത് ചെയ്യും. എന്തിന്? ഹത്താ യുഖ്ലാ ബൈനഹും, ഹത്താ യുഖ്ലാ ബൈനഹും എന്ന് പറഞ്ഞാൽ ലി യുഖ്ലാ ബൈനഹും, അവർക്കിടയിൽ വിധി തീർപ്പ് കൽപ്പിക്കപ്പെടുന്നതിന് വേണ്ടി, അവരെ വിചാരണക്കെടുത്ത് വിധി തീർപ്പ് കൽപ്പിക്കപ്പെടുന്നതിന് വേണ്ടി. ബഅദ അൻ യതറാജഅൽ അംബിയാ, നബിമാരെല്ലാവരും തറാജു മടങ്ങിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ നബിമാരാണ് ആദം വ നൂഹ് വ ഇബ്രാഹിം വ മൂസ വ ഈസ അലൈഹിമുസ്സലാം അനി ശഫാഅത്തി ഹത്താ തൻതഹിയ ഇലൈഹി. ഷഫാഅത്ത് നിർവഹിക്കുന്നതിന് തൊട്ട് നബിമാരെല്ലാവരും മടങ്ങും. അങ്ങനെ ഹത്താ തൻതഹിയ ഇലൈഹി, ഷഫാഅത്തിന്റെ വിഷയം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചെന്നെത്തും. ഷഫാഅത്തിന്റെ വിഷയത്തിൽ വിശാലമായിട്ടുള്ള ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആളുകൾ മൗഖിഫിൽ മഹ്ശറിൽ കാത്തു നിൽക്കും. വിചാരണയുടെ പ്രതീക്ഷയിൽ നീണ്ട കാലം. അങ്ങനെ തങ്ങളെ വിചാരണക്ക് എടുക്കണം എന്നുള്ളത് അള്ളാഹുവിനോട് ആവശ്യപ്പെടുവാൻ അവർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സമീപിക്കും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഞാൻ അതിനാളല്ല എന്ന് പറഞ്ഞ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക്, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക്, ഇങ്ങനെ വിഷയം മാറ്റും. അങ്ങനെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് വന്നിട്ട് അവസാനം പറയും, അൻത റസൂലുള്ളാഹി വ കലിമത്തുഹു ഇലാ മറിയം വ റൂഹും മിൻഹു വകല്ലംത الناس في المهد صبيا اشفع لنا الى ربك الا ترى الى ما نحن فيه. നിങ്ങൾ അല്ലാഹുവിന്റെ കലിമത്താണ്, അല്ലാഹുവിൽ നിന്നുള്ള റൂഹാണ്, ജനങ്ങളോട് കുട്ടിയായിരിക്കെ മഹദിൽ വെച്ച് സംസാരിച്ച ആളാണ്. അതുകൊണ്ട് റബ്ബിനോട് ഞങ്ങളെ വിചാരണക്കെടുക്കുവാനുള്ള ശുപാർശ പറയണം എന്ന് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറയും. ഞങ്ങളുള്ള അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ എന്ന് അവര് പറയും. അപ്പോൾ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ തന്നെ നഫ്സി നഫ്സി എന്ന് പറഞ്ഞ അദ്ദേഹം തന്റെ നഫ്സിന്റെ കാര്യം പറയാ. എന്നിട്ട് പറയും ഇദ്ഹബു ഇലാ മുഹമ്മദ്, നിങ്ങൾ മുഹമ്മദിന്റെ അടുക്കൽ പോയിക്കൊള്ളൂ എന്ന് പറയുമ്പോൾ ഫയഅതൂന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ജനങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലും. ഫയഖൂലൂന യാ മുഹമ്മദ് അൻത റസൂലുള്ളാഹ് വഖാതമുൻ അംബിയാ വഖദ് ഗഫറ അല്ലാഹു ലക് മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ ഇശ്ഫഅ ലനാ ഇലാ റബ്ബിക അലാ തറ ഇലാ മാ നഹ്നു ഫീ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെന്ന് പറയും,
നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ്, അന്ത്യപ്രവാചകനാണ്. അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ കഴിഞ്ഞതും വരാനിരിക്കുന്നതും പുറത്തു തന്നിരിക്കുന്നു. നിങ്ങൾ അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ശുപാർശ പറയണം, ഞങ്ങളുള്ള അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ എന്ന് പറയുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫഅൻതലിഖ് ഫആതി തഹ്തൽ അർശ്, ഞാൻ പോവുകയും അർശിന് താഴെ ഞാൻ എത്തുകയും ചെയ്യും. ഫഅഖഉ സാജിദൻ ലിറബ്ബി, എൻ്റെ റബ്ബിന് സുജൂദ് ചെയ്ത് ഞാൻ വീഴും. സുമ്മ യഫ്തഹുല്ലാഹു അലയ്യ മിൻ മഹാമിദിഹി വഹുസ്നി الثناء അലൈഹി ശൈഅൻ ലം യഫ്തഹു അലാ അഹദിൻ ഖബ്ലി, ഞാൻ സുജൂദിൽ റബ്ബിന് മുമ്പിൽ വീണാൽ സുമ്മ യഫ്തഹുല്ലാഹു അലയ്യ മിൻ മഹാമിദിഹി, അള്ളാഹുവിൻ്റെ മഹാമിദ് അള്ളാഹു എനിക്ക് തുറന്നു നൽകും. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അല്ലെങ്കിൽ അള്ളാഹുവിനെ വാഴ്ത്തുവാനുള്ളതായ അള്ളാഹുവിൻ്റെ വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് നൽകും, കനിയും. അതുപോലെ വഹുസ്ന الثناء അലൈഹി ഷൈഅൻ ലം യഫ്തഹു അലാ അഹദിൻ ഖബ്ലി, എൻ്റെ മുമ്പ് ഒരാൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ലാത്ത അള്ളാഹുവിനെ വാഴ്ത്തുവാനുള്ള വചനങ്ങൾ, അള്ളാഹുവിനെ പുകഴ്ത്തുവാനുള്ള വചനങ്ങൾ, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉദവി നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു നൽകും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യും? അള്ളാഹുവിനോട് അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തിയിട്ട് ദുആ ചെയ്യും. അപ്പോൾ പറയപ്പെടും, സുമ്മ യുഖാൽ യാ മുഹമ്മദ് ഇർഫഅ റഅസക് സൽ തുഅത വശ്ഫഅ തുശഫഅ, മുഹമ്മദ് നിങ്ങളുടെ തല ഉയർത്തു, താങ്കൾ ചോദിക്കൂ, താങ്കൾക്ക് നൽകപ്പെടും, താങ്കൾ ശുപാർശ പറയൂ, താങ്കളുടെ ശുപാർശ സ്വീകരിക്കപ്പെടും. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗഖിഫിലെ ആളുകളെ അവരെ വിചാരണക്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ശുപാർശ പറയും. ഈ ശുപാർശ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമുള്ള ശുപാർശയാണ്. ഈ ശുപാർശ ആദം എല്ലാവർക്കും വേണ്ടിയുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശുപാർശയാണ്, ഷഫാഅത്താണ്. വഅമ്മ ഷഫാഅത്തു സാനിയ, എന്നാൽ രണ്ടാമത്തെ ഷഫാഅത്ത് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള രണ്ടാമത്തെ ഷഫാഅത്ത്, അത് ഫയശ്ഫഉ ഫീ അഹ്ലിൽ ജന്നത്തി അൻ യദ്ഖുലുൽ ജന്ന. ശൈഖുൽ ഇസ്ലാം പറയാണ്, ഫയശ്ഫഉ ഫീ അഹ്ലിൽ ജന്ന അൻ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗവാസികൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ വേണ്ടി അവർക്ക് വേണ്ടി നിർവഹിക്കുന്ന ഷഫാഅത്താണ്. സ്വർഗ്ഗവാസികൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി നിർവഹിക്കുന്ന ഷഫാഅത്ത്. ശൈഖുൽ ഇസ്ലാം പറയുന്നു, വഹാതാനി ഷഫാഅതാനി ഖാസതാനി ലഹു, ഈ രണ്ട് ഷഫാഅത്തും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ഷഫാഅത്താണ്. പിന്നീട് ശൈഖുൽ ഇസ്ലാം പറയുന്നു, വഅമ്മ ശഫാഅത്തു സാലിസ, മൂന്നാമത്തെ ഷഫാഅത്ത്, ഫയശ്ഫഉ ഫീ മൻ ഇസ്തഹഖ അന്നാർ, നരകം അർഹിക്കുന്നവരുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിക്കുന്ന ഷഫാഅത്താണ്. വഹാദിഹി ഷഫാഅത്തു, ഈ ഷഫാഅത്ത് ലഹു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുമുണ്ട്, വലിസാഇരിൻ നബിയീൻ, ഇതര നബിമാർക്കുമുണ്ട്, വസിദ്ദീഖീൻ, സിദ്ദീഖുമാർക്കുണ്ട്, വഗൈരിഹിം, അവരല്ലാത്തവർക്കുമുണ്ട്. യശ്ഫഉ ഫീ മൻ ഇസ്തഹഖ അന്നാർ അല്ലാ യദ്ഖുലഹാ, നരകം അർഹിക്കുന്നവരുടെ വിഷയത്തിൽ ഈ ഷഫാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിക്കും. അതേപോലെ ഷഫാഅത്തിന് അനുവാദമുള്ള ഇതരരും നിർവഹിക്കും. അല്ലാ യദ്ഖുലഹ, അവർ നരകത്തിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി. വയശ്ഫഉ ഫീ മൻ ദഖലഹ, നരകത്തിൽ പ്രവേശിച്ചവർക്ക് വേണ്ടിയിട്ട് ഈ ഷഫാഅത്ത് നിർവഹിക്കും. അൻ യഖ്റുജ മിൻഹ, നരകത്തിൽ നിന്ന് അവർ പുറത്ത് വരുന്നതിന് വേണ്ടി. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്തിന്റെ രണ്ട് ഷഫാഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ളത്.
പിന്നെ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഇതര നബിമാർക്കും സിദ്ദീഖീങ്ങൾക്കും അതേപോലെ മലക്കുകൾക്കും അതേപോലെ തന്നെ മറ്റുള്ളവർക്കും വിശ്വാസികൾക്കും ഉള്ളതായ ഷഫാഅത്ത്. അതാണ് ഈ മൂന്നാമത്തെ ഷഫാഅത്തിൽ ഉണർത്തുന്നത്. ഈ ഷഫാഅത്ത് നരകം അർഹിക്കുന്നവർ നരകത്തിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി, അർഹിക്കുന്നവർ നരകത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് എങ്കിൽ അവർ നരകത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നതിന് വേണ്ടി നിർവഹിക്കപ്പെടുന്നതായ ഷഫാഅത്താണ് ഈ മൂന്നാമത്തെ ഷഫാഅത്ത്. വയുഖ്രിജുല്ലാഹു മിനന്നാരി അഖ്വാമൻ, നരകത്തിൽ നിന്ന് അള്ളാഹു ഒരു വിഭാഗം ആളുകളെ പുറത്തു കൊണ്ടുവരും. ബിഗൈരി ഷഫാഅത്തിൻ, ഷഫാഅത്ത് ഇല്ലാതെ തന്നെ, ആരും ഷഫാഅത്ത് നിർവഹിക്കാതെ തന്നെ അള്ളാഹു ഒരു വിഭാഗത്തെ പുറത്തു കൊണ്ടുവരും. എങ്ങനെ? ബൽ ബിഫദ്ലി റഹ്മതിഹി, അത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കാരണത്താൽ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഔദാര്യത്താൽ. ഷഫാഅത്ത് ഇല്ലാതെ തന്നെ നരകത്തിൽ പ്രവേശിച്ച ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ويبقى في الجنة فضل أمن دخلها من أهل الدنيا فينشئ الله لها أقواما فيدخلهم الجنة. ഈ ഭാഗം ഇൻഷാ അല്ലാഹ് തുടർത്തി ഇച്ചിരി വിശദീകരിക്കേണ്ട ഭാഗമാണ്. അത് അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് നീട്ടിവെക്കാം. പക്ഷേ ഷഫാഅത്തുമായി ബന്ധപ്പെട്ടുള്ളതായ ചില അടിസ്ഥാനങ്ങൾ ഇവിടെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കി ഷഫാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖാസായ ഷഫാഅത്ത് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാത്തവരും പങ്കാളികളാകുന്ന ഷഫാഅത്തും ഉണ്ട്. എന്താണ് ഷഫാഅത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള വിഷയങ്ങൾ? ഷഫാഅത്ത് അന്ത്യനാളിലുണ്ട്. ഷഫാഅത്ത് രണ്ട് നിലക്കാണ്. ഒന്ന് ഷഫാഅത്ത് ബാത്തിലാണ്, ബാത്തിലായ ഷഫാഅത്ത്. അതാണ് ബഹുദൈവ വിശ്വാസികൾ ധരിച്ചു വശായ ഷഫാഅത്ത്. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും, തങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തവയെ അള്ളാഹുവെ കൂടാതെ അല്ലെങ്കിൽ അള്ളാഹുവോടൊപ്പം അവർ ആരാധിക്കുന്നു. എന്നിട്ട് വയഖൂലൂൻ, ബഹുദൈവ വിശ്വാസികൾ പറയുകയും ചെയ്യുന്നു, ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഇക്കൂട്ടർ അള്ളാഹുവിങ്കൽ ഞങ്ങൾക്ക് ശുഫആ ആണ്, ശുപാർശകരാണ്, ഷഫാഅത്ത് നിർവഹിക്കുന്നവരാണെന്ന് പറയുന്നു. ഈ ഷഫാഅത്ത് അതാണ് ബാത്തിലായ ഷഫാഅത്ത്. അങ്ങനെ അള്ളാഹിന്റെ അടുക്കൽ ഷഫാഅത്ത് ഇല്ല. ഫമാ തൻഫഉഹും ഷഫാഅത്തു ഷാഫിഈൻ, ഷഫാഅത്ത് നിർവഹിക്കുന്നവരുടെ ഷഫാഅത്ത് അവർക്ക് ഉപകാരപ്പെടുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇത്തരം നിരർത്ഥകമായ ഷഫാഅത്തിനെ കുറിച്ചാണ്. ദീൻ പഠിപ്പിച്ച ഷഫാഅത്തുണ്ട്, അതിന്റെ നിബന്ധനകളോട് കൂടി. അതിനപ്പുറമുള്ള ഷഫാഅത്തൊക്കെ ബാത്തിലായ ഷഫാഅത്താണ്. എന്താണ് ദീൻ പഠിപ്പിക്കുന്ന ഷഫാഅത്ത്? അതാണ് ഷഫാഅത്ത് സഹീഹായ ഷഫാഅത്ത്. ഈ സഹീഹായ ഷഫാഅത്ത് അത് 3 നിബന്ധനകൾ ഒത്തുവന്ന ഷഫാഅത്താണ്. പറയപ്പെടാൻ പോകുന്ന 3 നിബന്ധനകൾ ഒത്ത ഷഫാഅത്ത് സഹീഹായ ഷഫാഅത്താണ്. ഇവ ഒക്കാത്ത ഷഫാഅത്തൊക്കെ ബാത്തിലായ ഷഫാഅത്തുമാണ്. 3 നിബന്ധനകളിൽ ഒന്നാമത്തെ നിബന്ധന, ശുപാർശ പറയുന്നവൻ, ഷഫാഅത്ത് നിർവഹിക്കുന്നവനെ അള്ളാഹു തൃപ്തിപ്പെടണം. 2, ആർക്ക് വേണ്ടി ശുപാർശ പറയുന്നുവോ ഷഫാഅത്ത് നിർവഹിക്കുന്നുവോ അവനെയും അള്ളാഹു തൃപ്തിപ്പെടണം. 3ാമത്തെ നിബന്ധന, ഷഫാഅത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ അനുവാദം ഉണ്ടാവണം. ഷഫാഅത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ അനുവാദം ഉണ്ടാകണം. ഈ 3 നിബന്ധനകൾ ഒത്ത ഷഫാഅത്താണ് സഹിഹായ ഷഫാഅത്ത്. ഇത് തെളിവിന്റെ ബലത്തിലാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? വകം മിൻ മലകിൻ ഫിസ് സമാവാത്ത് ലാ തുഗ്നി ശഫാഅത്തുഹും ഷൈആ ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹു ലിമൻ യശാഉ വയർദാ. വാനങ്ങളിൽ എത്ര മലക്കുകളുണ്ട്? അവരുടെ ശുപാർശ അവർക്ക് ഉപകാരപ്പെടുകയില്ല, യാതൊരു ഉപകാരവും ചെയ്യൂല. ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹ്, അള്ളാഹു അനുവാദം നൽകിയതിന് ശേഷമല്ലാതെ. ലിമൻ യശാഉ വയർദാ, അള്ളാഹു ഉദ്ദേശിക്കുകയും അള്ളാഹു പ്രീതിപ്പെടുകയും ചെയ്യുന്നവർക്ക്.
അപ്പൊ ഷഫാഅത്ത് ഉപകാരപ്പെടൽ ഷഫാഅത്ത് നിർവഹിക്കുന്നവർക്ക് അള്ളാഹു അനുവാദം നൽകിയതിന് ശേഷമാണ്. അത് ഒന്നാമത്തെ നിബന്ധന അള്ളാന്റെ ഇതിന്. പിന്നെയോ ലിമൻ യശാഉ വയർള, ആരാണോ ശുപാർശ പറയുന്നത് അവർക്ക് അള്ളാഹിന്റെ അനുവാദം വേണം. ആർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകുക? അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കും അള്ളാഹു തൃപ്തിപ്പെടുകയും ചെയ്യുന്നവർക്കാണ്. ലിമൻ യശാഉ വയർള എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിക്കുകയും അള്ളാഹു പ്രീതിപ്പെടുകയും ചെയ്യുന്നവർക്ക് എന്ന് പറയുമ്പോൾ അത് ഷാഫിഈന്റെയും മശ്ഫൂ ലഹുവിന്റെയും വിഷയത്തിലാകാം. അപ്പൊ 3 നിബന്ധനകൾക്ക് ഈ ആയത്തിൽ തെളിവുണ്ട്. 1, ഷഫാഅത്തിന് അള്ളാഹുവിന്റെ അനുവാദം വേണം. 2, ഷഫാഅത്ത് നിർവഹിക്കുന്നവൻ അള്ളാഹു ഉദ്ദേശിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്ത വ്യക്തിയായിരിക്കണം. ആർക്ക് വേണ്ടി ഷഫാഅത്ത് പറയുന്നുവോ ആ വ്യക്തിയും അള്ളാഹു ഉദ്ദേശിക്കുകയും അള്ളാഹു തൃപ്തിപ്പെടുകയും ചെയ്ത വ്യക്തിയായിരിക്കണം. അതാണ് മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹു ലിമൻ യശാഉ വയർദ എന്ന ആയത്ത് താല്പര്യപ്പെടുന്നത്. അപ്പൊ ഈ 3 നിബന്ധനകൾ നോക്കണം. മറ്റൊരു വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യൗമഇദിൻ ലാ തൻഫഉ ശഫാഅത്തു ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ വറദിയ ലഹു ഖൗലാ. യൗമഇദിൻ, അന്നേ ദിവസം, ആഖിറത്തിൽ, ലാ തൻഫഉ ശഫാഅ, ഷഫാഅത്ത് ഉപകരിക്കുകയില്ല, ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ, പരമകാരുണികനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകിയവർക്കൊഴിച്ച്, വറദിയ ലഹു ഖൗല, അല്ലാഹു വാക്കാൽ തൃപ്തിപ്പെടുകയും ചെയ്തവർക്കൊഴിച്ച് ഷഫാഅത്ത് ഉപകാരപ്പെടുകയില്ല. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ യശ്ഫഊൻ ഇല്ലാ ലിമൻ ഇർതദ, അല്ലാഹു തൃപ്തിപ്പെട്ടവർക്കല്ലാതെ അവർ ശുപാർശ പറയുകയില്ല. അപ്പൊ ആർക്ക് വേണ്ടി ശുപാർശ പറയുന്നുവോ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടണം. അപ്പൊ ഈ 3 നിബന്ധനകൾ ഒത്തുവന്നാൽ ആ ഷഫാഅത്താണ് സഹീഹായ ശരിയായ ഷഫാഅത്ത്. ഇവൊക്കെ ഷഫാഅത്ത് ബാത്തിലായ ഷഫാഅത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രീതിപ്പെട്ടവരാണ് ശുപാർശ പറയുക അള്ളാന്റെ അനുവാദം കിട്ടിയതിന് ശേഷം. ആർക്ക്? ആരെയാണോ അള്ളാഹു ഉദ്ദേശിച്ചത്, ആരെയാണോ അള്ളാഹു തൃപ്തിപ്പെട്ടത് അവർക്ക്. ഇത് ഷഫാഅത്തിന്റെ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിഷയമാണ്. അനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഷ്ഫാഅത്തുൽ കുബ്ര അല്ലെങ്കിൽ അഷ്ഫാഅത്തുൽ ഉദ്മ, ഏറ്റവും വലിയ ഷഫാഅത്ത്, അഥവാ ലിയുഖ്ദാ ബൈനഹും എന്ന് പറഞ്ഞില്ലേ, ഹത്താ യുഖ്ദാ ബൈനഹും, ആളുകൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി തീർപ്പ് കൽപ്പിക്കുവാൻ വേണ്ടി ഉള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത്. ആ ഷഫാഅത്ത് അതാർക്ക് വേണ്ടിയാണ്? അത് ആദം സന്തതികൾക്ക് മൊത്തത്തിൽ വേണ്ടിയാണ്. അള്ളാഹു വിചാരണക്ക് അവരെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ അള്ളാഹു തൃപ്തിപ്പെട്ടവരും ഉണ്ടാവും, അള്ളാഹു തൃപ്തിപ്പെടാത്തവരും ഉണ്ടാവും. അത് മുഴുവൻ സൃഷ്ടികൾക്കും ആദം സന്തതികൾക്കുമുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്താണ്. അപ്പൊ ഷഫാഅത്തുൽ ഉദ്മയിൽ അവിടെ ആർക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് പറയുന്നു? അവരിൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവരുണ്ട്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്തവരുണ്ട്. മൊത്തത്തിൽ ആദം സന്തതികളെ വിചാരണക്കെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്താണ് ആ ഷഫാഅത്തുൽ ഉദ്മ എന്ന് പണ്ഡിതന്മാർ അതിൽ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഉള്ള അഖീദത്തുൽ വാസിത്തിയയിലെ ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിച്ച് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടകന്ന് നിൽക്കുവാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നത്തിൽ ഒരിടമേകി നമ്മളോടെല്ലാവരോടും നമ്മളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.